ജീവിതമെനിക്കെന്തിനു തന്നു ആണ്ടിവടിവോനേ, അല്ലലും മറ്റും ഇതെന്തിനു തന്നു കാർത്തികേയൻ തந்தை ശങ്കരനേ, ശങ്കരനേ. പഴയൊരു സിനിമാ പാട്ടിലെ ഇതാണത്. ഈ രംഗം പാടി അഭിനയിക്കുന്നതല്ല, ആ പാട്ട് സീൻ അഭിനയിക്കുന്നത് അടൂർ ബാസിയാണ്. ഒരു കൊല്ലനാണ് അദ്ദേഹം പാടുന്ന പാട്ടാണ്. ഇതിനേക്കാൾ പ്രശസ്തമായൊരു വേറൊരു പാട്ടുണ്ടല്ലോ, പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. ഇത് ബൈബിളിലെ വാചകമാണ്. ഗൂഗിൾ താമരയിൽ ഇരുന്നുകൊണ്ട് യേശുക്രിസ്തു തൻ്റെ പിതാവിനോട് യഹോവയോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഇതിന് വിശദീകരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാന പ്രമേയവുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, ഏത് ജീവിത പോരാളിയും എത്ര ശക്തനായാലും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവിതം ഏൽപ്പിക്കുന്ന പീഡനങ്ങളെ സഹിക്കാതെ പലപ്പോഴും ജീവിത സമരത്തിൻ്റെ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ പലപ്പോഴും കരഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ കരഞ്ഞു പോകും. പക്ഷേ ചില മനുഷ്യർ നിസ്സാരമായ വീഴ്ചകളിൽ, നിസ്സാരമായ അപകർഷതകളിൽ, നിസ്സാരമായ പരിക്കുകളിൽ തന്നെ അവർ മരണത്തെ അഭിലഷിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നു. അവർ മരണത്തിലേക്ക് കൂപ്പുകുത്താൻ ആഗ്രഹിക്കുന്നു. അത്തരമൊരു മനുഷ്യനെ ബ്രൂസ് ലീ എന്ന് പറഞ്ഞ ഇതിഹാസ നായകൻ ഒരു എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് വിമാനം വരാൻ കുറച്ച് സമയമുണ്ട്. അതിനിടയിൽ അദ്ദേഹം ഈ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നത്, ഈ ചെറുപ്പക്കാരൻ ഇന്ന് വൈകുന്നേരം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുവരെ ഒരു സമയം പോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ ബ്രൂസ് ലീ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളെല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ആളാണ്. ശാരീരികവുമായിട്ടും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാം നിങ്ങൾ തികഞ്ഞ ഒരാളാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് മരണത്തെ കാംക്ഷിക്കുന്നത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു. ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് പറയാം.